നമസ്കാരം. സമക്ഷത്തിൽ ഇത്തവണ ദശലക്ഷക്കണക്കിൽ വരുന്ന കുട്ടികളുടെ 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അവധിക്കാലത്തെക്കുറിച്ചാണ്. വിവിധ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് ചെറിയ ദിവസങ്ങളുടെ വ്യത്യാസമനുസരിച്ച് വെവ്വേറെ സന്ദർഭങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഏറ്റവും ഔപചാരികമായ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഈ അവധിക്കാലം അടയാളപ്പെടുത്തുന്നത് SSLC പരീക്ഷ കഴിയുന്നതോടുകൂടിയാണ്. 2578 കേന്ദ്രങ്ങളിലായി 4,70,100ഓളം വിദ്യാർത്ഥികൾ ഹാജരായി എഴുതിയ പരീക്ഷകൾ മാർച്ച് 26-ാം തീയതി തിങ്കളാഴ്ചയോടുകൂടി സമാപിച്ചു. ഏതാണ്ട് 11,000-ലേറെ അധികം കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. SSLC പരീക്ഷ പ്രത്യേകിച്ച് വലിയ വിഷമങ്ങളൊന്നുമില്ലാതെ ഈ പരീക്ഷ നിർവഹിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെ. SSLC പരീക്ഷ ഈ 4,70,000-ഓളം കുട്ടികൾ എഴുതിയ ഈ പരീക്ഷ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവമാകുന്നത് എങ്ങനെയാണ്? ഇത്രമേൽ കുട്ടികൾ ഒരുമിച്ചെഴുതുന്ന ഒരു പരീക്ഷ എന്നുള്ളത് തന്നെ അതിൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത. രണ്ടാമത്തേത്, ഓരോ വിദ്യാർത്ഥിനിയുടെയും ജീവിതത്തിൽ അത് വളരെ നിർണായകമായൊരു സന്ദർഭമല്ലേ സൂചിപ്പിക്കുന്നത്? തട്ടിമുട്ടി പാസ്സായാൽ പ്രത്യേകിച്ച് തുടർ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതയില്ലാതെ പരുങ്ങലിലായി വേണമെങ്കിൽ സ്വകാര്യ കോളേജുകളിൽ പോലും പ്രവേശനം കിട്ടാതെ, അതായത് +2 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പോലും പ്രവേശനം കിട്ടാതെ അങ്ങനെ മുരടിച്ചു പോകാൻ ഹതഭാഗ്യരായ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വിധിക്കപ്പെടുന്ന ഒരു പരീക്ഷ കൂടിയാണ് ഇത്. ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ ഈ വർഗ വ്യത്യാസങ്ങൾ, ക്ലാസ് ഡിഫറൻസസ് എന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും ഭാഷയിൽ സംസാരിക്കുന്ന ഈ വർഗ വിഭജനം അല്ലെങ്കിൽ വർഗ വ്യത്യാസം എന്നുള്ളതൊക്കെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ പാർട്ടികൾ കാലഹരണപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ള വാദങ്ങളൊക്കെ തുടരുന്നതിനിടയിൽ ഒരു സത്യം ബാക്കി നിൽക്കുന്നില്ലേ? ദശാബ്ദങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കേരളീയ സമൂഹത്തിലെ വർഗ സംവിധാനങ്ങളാണോ ഇപ്പോൾ നിലനിൽക്കുന്നത്? അതെല്ലാം മാറി മറിഞ്ഞു കൊണ്ടിരിക്കുകയല്ലേ? സാമ്പത്തികമായ, വിദ്യാഭ്യാസപരമായ അല്ലെങ്കിൽ തൊഴിൽ നിർവഹണ സംബന്ധമായ അവസരങ്ങൾ വർദ്ധിക്കുന്നതോടുകൂടി പഴയ വർഗ വ്യത്യാസങ്ങൾക്കൊക്കെ ഇന്ന് യഥാർത്ഥത്തിൽ അടിസ്ഥാനമുണ്ടോ? പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വർഗവ്യത്യാസം സംഭവിക്കുന്നില്ലേ? അത് ഈ SSLC പരീക്ഷയോടുകൂടി തന്നെയല്ലേ സംഭവിക്കുന്നത്? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ മാന്യ പ്രേക്ഷകർ? അതായത് ഈ SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടുന്ന കുട്ടികൾ ജീവിതത്തിൽ വളരെ അപൂർവം ചില സന്ദർഭങ്ങളിലുള്ള ചില ഗതിമാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ അവർ ജീവിതത്തിൽ ഉടനീളം വിജയിച്ച് മുന്നേറുന്ന ഒരു അനുഭവ പശ്ചാത്തലമാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉള്ളത്. അതേസമയം തട്ടിമുട്ടി പാസ്സാകുന്നവരും 50% ചുറ്റിപ്പറ്റി മാർക്ക് വാങ്ങിക്കുന്നവരുമൊക്കെ ഏതാണ്ട് തട്ടിയും മുട്ടിയും തടഞ്ഞും ചില കോഴ്സുകളിലൊക്കെ അല്ലെങ്കിൽ +2 അങ്ങനെയുള്ള ചില കോഴ്സുകളിലൊക്കെ പ്രവേശനം നേടി അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകാനുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് കടന്നു പോവുകയാണ്. ഇനി തോൽക്കുന്ന ഹതഭാഗ്യരോ? അതിൽ അപൂർവം ചിലരൊഴിച്ച് കച്ചവട രംഗത്തും മറ്റും വളരെ സാമർഥ്യത്തോടുകൂടി മുതൽ മുടക്ക് ഇടയ്ക്കിടെ ഉത്സാഹം കൊണ്ടും ഉണർവ് കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും കച്ചവടത്തിലൊക്കെ ഏർപ്പെട്ട് വ്യാപാരത്തിലും വാണിജ്യത്തിലുമൊക്കെ ഏർപ്പെട്ട് അങ്ങനെ ധനികരാകുന്ന ബഹുകോടീശ്വരന്മാരാകുന്ന ഏതാനും വളരെ ഭാഗ്യവാന്മാരായ ഉത്സാഹശാലികളായ കർമ്മകുശലരായ ഏതാനും വ്യക്തികളെ മാറ്റി നിർത്തിയാൽ ഈ SSLCക്ക് തോൽക്കുന്ന കുട്ടികളിൽ ഏതാണ്ട് 80-90% ചില സാധാരണ രീതിയിൽ നമ്മൾ തള്ളിപ്പറയുന്ന ആ രീതിയിലല്ല അതിനെ കാണേണ്ടത്. കൈത്തൊഴിലുകളായിട്ടും അതുപോലെയുള്ള നിത്യേന വേതനം പറ്റുന്ന തൊഴിലുകളായിട്ടും കൂലിപ്പണി എന്നൊക്കെയുള്ള ഭാഷാപ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്.
അങ്ങനെ നമ്മൾ ആരെപ്പറ്റിയും പറയരുത്. എന്താണ് ജോലി? കൂലിപ്പണി. കൂലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വേലക്ക് കൂലി എന്നുള്ള അർത്ഥത്തിൽ ഏറ്റവും നല്ല പ്രയോഗമാണത്. പക്ഷേ ഇപ്പോൾ ആളുകൾ പറയും, ഓ അയാളൊരു കൂലിപ്പണിക്കാരൻ, അല്ലെങ്കിൽ ഓ എനിക്ക് ശമ്പളമൊന്നുമില്ല, എനിക്ക് ദിവസ കൂലിയാണ് എന്ന് പറയും. ആ രീതിയിലല്ല പറയുന്നത്. പക്ഷേ ദിവസേന ചെയ്യുന്ന ജോലിക്ക് പറ്റുന്ന വേതനം കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ആളുകളായി മാറുകയാണ് ഈ SSLC പരീക്ഷയ്ക്ക് തോൽക്കുന്നവർ. അപ്പോൾ ഈ SSLC പരീക്ഷ നിർണായകമായ ഒരു സാമൂഹിക ഘട്ടമല്ലേ നമ്മുടെ ജീവിതത്തിൽ, വൈയക്തികമായ ജീവിതത്തിൽ പോലും? കാരണം നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു പരീക്ഷാ ഘട്ടം തന്നെയാണ് SSLC പരീക്ഷ. യഥാർത്ഥത്തിൽ വർഗീകരണം നടക്കുന്നത് SSLC പരീക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഞങ്ങൾ സവിനയം പറയും. അതാണ് സത്യം. അപ്പോൾ ആ ഒരു നിർണായക ഘട്ടത്തിൽ കുട്ടികളെ പരീക്ഷിക്കുന്ന ഈ കുറേ ദിവസങ്ങളിലെ പരീക്ഷ കഴിയുന്നതോടുകൂടിയാണ് ഒഴിവുകാലം യഥാർത്ഥത്തിൽ കേരളത്തിൽ തുടങ്ങുന്നത്. അന്യ സംസ്ഥാനങ്ങളിലും, അന്യ എന്നുള്ളതല്ലല്ലോ പ്രയോഗം, മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഏതായാലും ഈ അവധിക്കാലം ഈ SSLC പരീക്ഷ എഴുതിയ 4,70,100 വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അങ്ങനെ ഓരോ ചെറിയ ക്ലാസ്സുകളിൽ ഇപ്പോൾ 1-ാം ക്ലാസ്സിന് മുന്നേയും ക്ലാസ്സുകളുണ്ടല്ലോ, ലോവർ KG, അപ്പർ KG എന്ന് തുടങ്ങി 3 വയസ്സുകാർ തൊട്ട് വലിയ പുസ്തകഭാരവുമായി സഞ്ചരിക്കുന്ന ആ ഒരു ദൃശ്യമാണല്ലോ നമുക്ക് ചുറ്റും എപ്പോഴും കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നിരൂപിക്കുമ്പോൾ ദശലക്ഷക്കണക്കിന് കുട്ടികൾ 2 മാസക്കാലം വീടുകളിൽ ഇരിക്കാൻ പോവുകയാണ്. ആ അവധിക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം എത്രത്തോളം ഭംഗിയായി ചെലവഴിക്കാൻ സാധിക്കും, എത്രത്തോളം പ്രയോജനപ്രദമായി ചെലവഴിക്കാൻ സാധിക്കും? ശൈശവത്തിൻ്റെ അല്ലെങ്കിൽ കുട്ടിത്വത്തിൻ്റെ സകലമാന കൗതുകങ്ങളും ഉൾച്ചേർന്നുകൊണ്ട് അവർക്ക് ഒരു ടെൻഷനുമില്ലാതെ പഠിച്ചു തീർക്കാൻ പാഠങ്ങൾ, എഴുതി തീർക്കാൻ പരീക്ഷകൾ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലാതെ തങ്ങളുടെ കുട്ടിത്വത്തിന് ഒത്ത താളക്രമത്തിൽ ഈ 2 മാസക്കാലം അവർക്ക് എങ്ങനെ കഴിഞ്ഞുകൂടാൻ പറ്റും എന്ന് ആലോചിക്കുന്നത് പ്രസക്തമല്ലേ? തീർച്ചയായും അതെ. അതുകൊണ്ടാണ് സമക്ഷത്തിൽ ഒരുപക്ഷെ ഇതുപോലെയുള്ളൊരു മാധ്യമകോളത്തിൽ പറയാൻ മാത്രം പ്രത്യേകതകളൊന്നുമില്ല എന്ന് പെട്ടെന്ന് തോന്നാവുന്ന ഒരു വിഷയം, ഈ അവധിക്കാലം എന്ന ഈ വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം. ഈ കോളം ശ്രദ്ധിക്കുന്ന കുട്ടികൾ ഒരു കാര്യം മനസ്സിലുറക്കുക, പരീക്ഷാഫലം ചിലപ്പോൾ ഉദ്ദേശിച്ച അത്ര മെച്ചപ്പെട്ടതായിരിക്കുകയില്ല. ചിലപ്പോൾ വീട്ടുകാർ പ്രതീക്ഷിക്കുന്ന റാങ്കുകൾ അതേ തോതിൽ കിട്ടിയില്ലെന്ന് വരും. ചില കുട്ടികളെ വീട്ടുകാർ നന്നായി ഈ പരീക്ഷ പാസ്സായിട്ടില്ലെങ്കിൽ ഒരുപാട് ശകാരിക്കും. അടുത്തും തൊട്ടടുത്തുമുള്ള കുട്ടികളുടെ റാങ്കുകളുമായി തങ്ങളുടെ കുട്ടികളുടെ പരീക്ഷാഫലം താരതമ്യപ്പെടുത്തി അവരെ വാതോരാതെ വഴക്ക് പറയുന്ന അച്ഛനമ്മമാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അത് കേട്ട് മനോവിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഏതാനും കുട്ടികളുടെ കഥയെങ്കിലും ഓരോ വർഷവും പരീക്ഷാഫലത്തിൻ്റെ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാനും ഭാഗ്യദോഷമുണ്ടായി എന്നും വരാം. ഇത്തവണ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ അത്ര ടെൻഷനോടുകൂടി അത്രമേലൊരു ജീവൻ മരണ സംഗതിയായി ഇതിനെ ഉൾക്കൊള്ളാതെ ഒരു പരീക്ഷ അഥവാ തോറ്റാലും പിന്നീട് അത് വീണ്ടും എഴുതി നല്ല രീതിയിൽ പാസ്സാകാനുള്ള സന്ദർഭമുണ്ട് എന്നുള്ള ചിന്ത നിർഭാഗ്യം കൊണ്ട് ആരെങ്കിലും തോൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ടായിരിക്കണം. ആ പെട്ടെന്നുള്ളൊരു ഷോക്കായി അത് മാറാതിരിക്കാൻ വേണ്ടി, ശരി ഇതൊരു ഫസ്റ്റ് ചാൻസാണ്, ആദ്യത്തെ തവണ പരീക്ഷ എഴുതി, ചില കൂട്ടുകാരൊക്കെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും ഡിസ്റ്റിങ്ഷനൊക്കെ വാങ്ങിച്ചു, എനിക്കതിന് പറ്റിയില്ല, പല കാരണങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരു തുടർച്ചയായി കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ ഉള്ള രോഗബാധ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പോ മറ്റോ ഉണ്ടെങ്കിൽ അത് തന്നെ മതി ധാരാളം കാരണം. അതുകൊണ്ട് ഈ പരീക്ഷ തോറ്റു എന്നുള്ളത് കൊണ്ട് ജീവിതം മുഴുവനും തകർന്ന് തരിപ്പണമായി എന്നൊന്നും കരുതാതെ ശാന്തമായി അത്തരം യാഥാർത്ഥ്യങ്ങൾ നേരിടുവാനുള്ള മനഃശാസ്ത്രപരമായ ഒരു മുന്നൊരുക്കം ഇപ്പോഴേ ഉണ്ടായാൽ നല്ലത് എന്ന് പറഞ്ഞു വെക്കട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൗഹൃദത്തിൻ്റെ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ ഫേസ്ബുക്ക്, ട്വിറ്റർ എന്ന് പറഞ്ഞ് ആധുനിക വാർത്താവിനിമയ ഉപാധികൾ ധാരാളമുണ്ട്. നമുക്ക് പരസ്പരം എത്ര മേൽ ദൂരെ മാറിപ്പോയാലും നമ്മുടെ ബന്ധങ്ങൾ തുടരാൻ നിത്യേന എന്നോണം സാധിക്കുന്ന SMS ഉൾപ്പെടെയുള്ള ധാരാളം ഉപാധികളുണ്ട്. പക്ഷേ ഈ സ്കൂൾ വർഷം
10 വർഷത്തെ ഈ പഠനത്തിൽ ഒരുപക്ഷെ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ തുടർച്ചയായി കൂടെ ഉണ്ടായിരുന്നവർ പലരും പിരിഞ്ഞു പോവുകയാണ്. കേരളത്തിൽ 2874 ഹൈസ്കൂളുകളാണുള്ളത്. ഈ 2874 എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു പഞ്ചായത്തിൽ 2 അല്ലെങ്കിൽ 2 പഞ്ചായത്തുകൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരു 5 ഈ ക്രമത്തിലുള്ള ഒരു സംവിധാന ക്രമമാണ് ഹൈസ്കൂളുകളുടേത്. ഒരു പഞ്ചായത്തിലെ കുട്ടികളാവുമ്പോൾ പരസ്പരം പിന്നീട് പലപ്പോഴും കാണാൻ സാധിച്ചു എന്ന് വരും. പക്ഷേ കോളേജുകളിലേക്ക് പോകുമ്പോൾ കോളേജുകളുള്ളത് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുള്ളത് ഇവിടെ 1845 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്. അതായത് ഒരു പഞ്ചായത്തിൽ കഷ്ടി ഒരു സ്കൂൾ, അതിൽ 1-2 പഞ്ചായത്തുകൾ കൂടുമ്പോൾ 3 സ്കൂളുകൾ, അങ്ങനെയാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് ഏരിയയിലുള്ള കുട്ടികൾക്ക് കാണാനും പിന്നീട് ജീവിതത്തിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പരസ്പരം അറിഞ്ഞുകൊണ്ട് സൗഹൃദങ്ങൾ തുടരാനും സാധിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടെങ്കിലും കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ഇവരിൽ പലരും പല കോഴ്സുകളിലായി, പല തരത്തിലുള്ള കോളേജുകളിലായി വളരെ ദൂരത്തേക്ക് തന്നെയും അകന്നു പോകുന്നു. അപ്പോൾ ഈ സമയത്താണ് സുഹൃത്തുക്കളെക്കുറിച്ചുള്ള മേൽവിലാസങ്ങളും മറ്റുമൊക്കെ കൃത്യമായി എഴുതിയെടുത്ത് സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം പിന്നീട് നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ ഒരുപക്ഷെ വളരെ പ്രശസ്തരായിത്തീരും, അല്ലെങ്കിൽ വളരെ ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ അവർ നേരിടുന്നു എന്നുള്ളതിൻ്റെ വർത്തമാന കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു എന്ന് വരും. അപ്പോൾ അവരുമായി ഒരു എഴുത്തുകുത്ത് നടത്തണം, അല്ലെങ്കിൽ അവരുമായി ഒരു ആശയവിനിമയം നടത്തണം, അല്ലെങ്കിൽ അവരെന്തായി എന്നറിയണം എന്ന് തോന്നുമ്പോൾ അവരെ അന്വേഷിച്ചു പോകാൻ പഴയ കാലത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇപ്പോൾ, എങ്കിലും കുറേയൊക്കെ പ്രയാസമായിരിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഈ 2 മാസക്കാലത്തെ അവധി ഹയർ സെക്കൻഡറി സ്കൂളുകാർക്കുമുണ്ട്, കോളേജുകാർക്കുമുണ്ട്. ഇത്രയും തുടർച്ചയായ അവധി വരികയാണ്. 10, 60, 70 ദിവസം തുടർച്ചയായി വരുന്ന അവധി. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആഴ്ചയിൽ 2 ശനി ഞായർ അവധി ദിവസങ്ങൾ, പിന്നീട് ഇടയ്ക്കിടെ വരുന്ന നമ്മുടെ ഒരു 10, 30 വരുന്ന പൊതു അവധി ദിവസങ്ങൾ, പിന്നെ ബന്ദ് കൊണ്ടും അല്ലെങ്കിൽ സമരം കൊണ്ടും അല്ലെങ്കിൽ ധർണ കൊണ്ടുമൊക്കെ നമുക്ക് വീണ് കിട്ടുന്ന മറ്റവധികൾ. അപ്പോൾ ഇടയ്ക്കിടെ നമ്മൾ കാണുന്നതിനിടയിൽ തന്നെയും അവധികൾ വരുന്നു. പക്ഷേ ഇത് അവധികൾക്കിടയിൽ കാണാനുള്ള അവസരം വളരെ കുറവല്ലേ? എത്ര കുട്ടികൾ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നവരെയുള്ള സന്ദർഭങ്ങളിൽ തൊട്ട് അടുത്തുള്ള വീടുകളിലുള്ളവരാണെങ്കിൽ പോലും കാണാൻ പറ്റുന്നുണ്ട്. ഇക്കാലത്ത് പ്രത്യേകിച്ചും. മുൻപ് കാലത്താണെങ്കിൽ ഈ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഒരു നഗരത്തിൽ, നഗരപ്രാന്തത്തിൽ കുറേ വീടുകൾ അടുത്തടുത്തുള്ള ആ സന്ദർഭത്തിൽ കുട്ടികൾ ഒന്നിച്ച് കളിക്കുന്നു. വീടുകളിൽ തന്നെ അനുജൻ്റെയും ജ്യേഷ്ഠൻ്റെയും അല്ലെങ്കിൽ അനുജത്തിയുടെയും ജ്യേഷ്ഠത്തിയുടെയും മക്കളെല്ലാം കൂടി ഒരു കൂട്ടുകുടുംബമായി കഴിയുന്നു. അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ ഇവരൊക്കെയായി കഥകൾ കേട്ടും അവരുമായി പിന്നെ കൊഞ്ചിയും കളിച്ചുമൊക്കെ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പഴയ കാലത്തിൻ്റേതായി മാറുകയാണ്. ഇപ്പോൾ നഗരങ്ങളിലൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റ് കെട്ടിടങ്ങൾ, കുട്ടികൾക്ക് ഒരുമിച്ച് പോയി ഒന്നിച്ച് കളിക്കാനുള്ള സ്ഥലങ്ങൾ കുറവ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കൂടിച്ചേരാനുള്ള സന്ദർഭങ്ങൾ കുറവ്. ഇവിടെയല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രസക്തി? അങ്ങനെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മറ്റും. യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നുള്ളത് വലിയ വലിയ മഹാകാര്യങ്ങളെ ചൊല്ലി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളായി ഒരിക്കലും മാറരുത്. മറിച്ച് സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും ലളിതമായ തലങ്ങളിൽ പോലും ദേശവാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സാമൂഹിക ഘടകമായി, ഒരു സോഷ്യൽ യൂണിറ്റായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറണം. അല്ലാതെ ഭരണത്തിൻ്റെ ഗരിമയാർന്ന തലങ്ങളിൽ വിവാദത്തിൻ്റെ കൊട്ടിക്കലാശങ്ങളുമായി ഇടയ്ക്കിടെ ഏറ്റുമുട്ടുന്നവരുടെ വേദികളായി അധപ്പതിക്കരുത്, അല്ലെങ്കിൽ ഗതിമാറിപ്പോകരുത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അവിടെ വേണ്ടത് ഇതാ, കുട്ടികൾ, ദശലക്ഷക്കണക്കിന് കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾ, നമ്മുടെ വാർഡിലെ കുട്ടികൾ, 100 കണക്കിന് കുട്ടികൾ, 1000 കുട്ടികൾ, അവർ അവധിക്കാലം 70 ദിവസത്തോളം 60 ദിവസത്തോളം അവധിക്കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവരെ എങ്ങനെ സന്തുഷ്ടരാക്കാൻ സാധിക്കും? സ്കൂളുകളില്ലാത്തത് കൊണ്ട് വീടുകളിൽ കഴിയുന്ന കുട്ടികളെ എങ്ങനെ വീണ്ടും കൂട്ടായ്മകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും? അവരുടെ പൊതുവായ പ്രതിഭകൾ എങ്ങനെ പരസ്പരം മാറ്റുരക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? അപ്രായോഗികമാണെന്ന് ഒരുപക്ഷെ തോന്നും. പക്ഷെ സ്കൂളുകാർക്ക് പോലും ആലോചിക്കാൻ പറ്റിയൊരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് ഈ അധ്യാപക രക്ഷാകർതൃ സമിതികൾ, PTA എന്ന് ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ആ വാക്ക് കേട്ടാൽ. അത്രയും വലിയ വിവാദങ്ങളുടെ രംഗവേദിയായി PTA, പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ തലങ്ങൾ മാറാറുണ്ടല്ലോ.
അപ്പോൾ അവിടെ ആലോചിക്കേണ്ടുന്ന കാര്യം, ഈ അധ്യയന ദിവസങ്ങൾക്കിടയിൽ വെട്ടിയും ചുരുക്കിയും കൂട്ടിയും കിഴിച്ചും കിട്ടുന്ന 1-2 ദിവസങ്ങളിൽ സ്കൂൾ യുവജനോത്സവം, സ്കൂൾ വാർഷികം, സ്കൂൾ സ്പോർട്സ് എല്ലാം തിരക്കിട്ട് അടിച്ചൊതുക്കി കൂട്ടി നടത്തി ഒരുവിധം ഒപ്പിച്ചു മാറുന്ന ആ ഒരു കീഴ്വഴക്കത്തിന് പകരം ഈ 2 മാസത്തെ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു 2-3 ദിവസം തിരഞ്ഞെടുത്ത് റിഹേഴ്സലിനും മറ്റും പരിശീലനത്തിനും മറ്റും ഒരാഴ്ചയും കൂടി ഉൾപ്പെടുത്തി കുട്ടികൾ വളരെ റിലാക്സ്ഡായി ടെൻഷനില്ലാതെ പിരിമുറുക്കമില്ലാതെ വീടുകളിൽ നിന്ന് പുസ്തകത്തിൻ്റെ ഭാരമൊന്നുമില്ലാതെ വരുന്നു, ഉല്ലസിക്കുന്നു, അവർ ഇത്തരം വാർഷിക ആഘോഷങ്ങൾക്ക് കളമൊരുക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സമയമായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കുകയില്ലേ? വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമൊക്കെ സന്ദർഭം കിട്ടുമെങ്കിൽ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒന്ന് വഴിതിരിഞ്ഞ് ആലോചിച്ചാൽ നല്ലതല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യക്തിത്വ വികാസത്തിന് വേണ്ടി എങ്ങനെ ഈ അവധിക്കാലം ഉപയോഗിക്കാം എന്നുള്ളതാണ്. വ്യക്തിത്വ വികാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു ശൈശവ ആഭിമുഖ്യങ്ങൾ, ശൈശവ ചോദനകൾ, കുട്ടിക്കാലത്തെ ആ കൗതുകങ്ങൾ എങ്ങനെ വികസിപ്പിക്കാം, എങ്ങനെ പരിപോഷിപ്പിക്കാം, എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരാം എന്നുള്ളത് അനുഭവത്തിലൂടെ കുട്ടികളെ ധരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സന്ദർഭമായി ഈ ഒഴിവുകാലങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ പലതരത്തിലുമുള്ള പ്രതിഭകളുള്ള കുട്ടികളുണ്ട്. സ്കൂൾ തലത്തിൽ ഈ കോ കരിക്കുലർ അനധ്യായ വിഷയങ്ങളെക്കുറിച്ച്, പാഠ്യേതര വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് പരിശീലനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതൊക്കെ മിക്കവാറും സ്കൂളിൻ്റെ ഔപചാരികമായ തലത്തിൽ ശ്രദ്ധിച്ചാൽ തന്നെ ഇപ്പോൾ പഠിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കുക എന്നുള്ളതിൽ എത്ര ജാഗ്രതയുണ്ട് എന്ന് മറ്റൊരു കാര്യം. പഠിക്കുക എന്നുള്ളത് വീട്ടിലായാലും ശരി സ്കൂളിലായാലും കുട്ടിയെ എപ്പോഴും പിന്തുടരുന്ന ഒരു ദൗത്യം തന്നെയാണ്. ഒരു കഥ അല്ല, അനുഭവ കഥ. കുട്ടിക്കാലത്ത് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആ കൂട്ടുകാരൻ്റെ അച്ഛൻ ബർമയിലൊക്കെ പോയി, പഴയ കാലത്ത് അതാണ്, ഇപ്പോൾ ഗൾഫിൽ പോകുന്നത് പോലെയാണ് പഴയ കാലത്ത് കേരളത്തിൽ നിന്നുള്ളവർ ബർമയിൽ പോവുക. ലോകമഹായുദ്ധത്തിന് മുമ്പുള്ള കാലത്ത് ബർമയിൽ പോയി കുറേ കാശൊക്കെ സമ്പാദിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഒരു നല്ല നിലയിലായി. നല്ല നില എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക നിലയിലായി. അപ്പോൾ ആ ബർമീസ് റിട്ടേൺഡായ കാരണവർ ഞങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ 2 വർഷം കഴിഞ്ഞാൽ SSLC പരീക്ഷ എഴുതി പിന്നെ എൻജിനീയറിംഗ് പരീക്ഷയും ഡോക്ടർ പരീക്ഷയുമൊക്കെ പാസ്സാകാനുള്ള ആളാണ്. നിങ്ങളുടെ മാതിരി ഈ SSLC കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിക്ക് പോകാനുള്ള ആളല്ല. അതുകൊണ്ട് എൻ്റെ മകനുമായി കളിക്കരുത്, കൂട്ടുകൂടരുത്. അവന് പഠിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഞാൻ ട്യൂഷനൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളിത് കേട്ടപ്പോൾ ആ കാരണവർ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ കുട്ടിയുമായി ഇനി കളിക്കേണ്ട, ചിരിക്കേണ്ട. ആ പാവം കുട്ടി ഒറ്റപ്പെടുകയായിരുന്നു. പിന്നീട് ഒരിക്കലും ആ കുട്ടിക്ക് SSLC പരീക്ഷ പാസ്സാകാൻ പറ്റിയില്ല എന്നുള്ളത് പരമാർത്ഥം മാത്രമാണ്. കാരണം മറ്റു കുട്ടികളിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു പുസ്തകപ്പുഴുവായി തൻ്റെ മകനെ മാറ്റിയാൽ അയാളെ എൻജിനീയറാക്കാം, ഡോക്ടറാക്കാം എന്ന് ഉദ്ദേശിച്ച കാരണവർ കണ്ണടക്കുന്നത് വരെ സ്വന്തം മകൻ SSLC പരീക്ഷ പാസ്സായിട്ടില്ല. അതാണ് സത്യം. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന അപൂർവം ചില പാഠങ്ങളാണെങ്കിൽ കുട്ടികളുടെ വിവിധ തരത്തിലുള്ള പ്രതിഭകളെ, വ്യക്തിത്വ വികാസത്തിൻ്റെ ചേരുവകളെ പ്രോത്സാഹിപ്പിച്ച് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിക്കേണ്ടുന്ന സന്ദർഭമാണ് ഈ അവധിക്കാലം. അതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അധ്യാപക രക്ഷാകർതൃ സമിതികളുടെയും ആഭിമുഖ്യത്തിൽ അത്തരം പുതിയ ഉണർവ് പരിപാടികൾ, പ്രേരണാ ഘടകങ്ങൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ അവധിക്കാലത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു സാമൂഹികമായ പ്രയോജനം സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാകണം എന്ന് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീടുകളിൽ അമ്മമാരൊക്കെയായി കഴിയാനുള്ള സന്ദർഭങ്ങളാണ്. അടുക്കളയിലേക്ക് പോകാൻ കുട്ടികൾക്ക് അവരുടെ പ്രായമനുസരിച്ച് മുറ്റത്തിറങ്ങി കളിക്കേണ്ടുന്നവർ, അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലാണെങ്കിൽ താഴെയുള്ള കളിക്കളത്തിൽ പോയി കളിക്കേണ്ടുന്നവർ, അങ്ങനെയാവട്ടെ. ഒരു 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ് പതുക്കെ വളർന്നു വരുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അമ്മയോടൊപ്പം നിന്ന് കുറച്ച് പാചകങ്ങൾ പഠിച്ചുകൂടെ? കാരണം ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഓരോ വീട്ടിലും വേലക്കാരികളെയോ വേലക്കാരനെയോ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാശിൻ്റെ നല്ലൊരു ഭാഗം അവർക്കും കൊടുക്കണം. നാട് പുരോഗമിക്കുകയാണ്. നാട് സമത്വാധിഷ്ഠിതമായ ഒരു സാമൂഹിക ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ നിങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടി ഇനി വേലക്കാരെയും പരിചാരികന്മാരെയും ഒക്കെ കിട്ടുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. ആ കാലമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒഴിവുകാലം സമ്മർദ്ദങ്ങളിൽ നിന്നും പിരിമുറുക്കത്തിൽ നിന്നും
തുടർ പഠനങ്ങളുടെ ഭാരത്തിൽ നിന്നും കുട്ടികളെ മുക്തരാക്കി കുടുംബജീവിതത്തിൻ്റെ ഊഷ്മളമായ സ്നേഹതലങ്ങളുമായി അവരെ ബന്ധിപ്പിച്ച് സാമൂഹിക അയൽപക്ക ബന്ധങ്ങളിലെ സുതാര്യമായ സൗഹാർദ്ദ സാധ്യതകളെ അവരുമായി പരിചയപ്പെടുത്തി ആ രീതിയിൽ നല്ല ഒരു അവധിക്കാലം രൂപപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ട് കുട്ടികളുടെ ഈ വരുന്ന 1-2 മാസക്കാലം സുന്ദരമാക്കാനും സഫലമാക്കാനും നമുക്ക് സാധിക്കുമാറാകട്ടെ എന്നുള്ള ആശംസ നേരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് സമക്ഷത്തിൽ ഈ വിഷയം തിരഞ്ഞെടുത്തത്. കേട്ടതിന് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.